ഇതും ഇതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം അതിന്റെ പ്രൊപ്പോർഷൻ സൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതന്നെ ഉണ്ടാക്കണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഉണ്ടാക്കിയത് ഈ വണ്ടിയാണ്. മിനിയേച്ചർ വാഹനം ഉണ്ടാക്കുന്ന ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മിനിയേച്ചർ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളുടെ ചെറിയ രൂപങ്ങൾ. അപ്പൊ നമുക്ക് ആദ്യം വീഡിയോ കണ്ടിട്ട് തിരിച്ചു കയ്യിലുള്ളത് SC ലോറിയാണ്. അതെ, ഇതിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഈ വാഹനത്തിന്? ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ആയിക്കോട്ടെ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോണറ്റിനുള്ളിൽ റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്, അതിനുള്ളിൽ ഹോൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റുകളുണ്ട്. ഈ ലൈറ്റുകളെല്ലാം കത്തു. അതെ, ലൈറ്റുകളെല്ലാം വർക്കിംഗ് ആണ്. പിന്നെ ഇതില് നമുക്ക് ഉൾഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡാഷ്ബോർഡും സ്റ്റിയറിംഗും ആ മീറ്റർ കൺസോള്, അതുപോലെ തന്നെ ബ്രേക്ക് പെഡല്, പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ പൂപ്പലകയില് കൊത്തുപണികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിന്റെ മീതെ വരുന്ന നമ്പർ ബോർഡിലെ ലൈറ്റുകൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വോൾട്ടുകൾ നമ്മൾ ഈ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കറണ്ടിന്റെ വയറില്ലേ, അത് കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിലെ വീലിനും അങ്ങനെ ബോൾട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകുവശത്ത് വരുമ്പോൾ നമുക്ക് വലിയ ലോറികളിൽ കാണുന്ന പോലെ ആ സ്റ്റോപ്പ് ലൈറ്റിന് നമ്മൾ ഗ്രിൽ സെറ്റ് വരുന്നുണ്ട്. ഈ ബ്രേക്ക് ലൈറ്റുകളും ഇതുപോലെ വർക്ക് ചെയ്യുന്നതാണ്. അതെ, ബ്രേക്ക് ലൈറ്റും ഇതിൽ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. പിന്നെ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹുക്കുകൾ കിട്ടുന്നതിനുള്ള ഹുക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ വാഹനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോറികളിൽ ഉണ്ടാകുന്ന അതേ ഹുക്കുകൾ അത് ക്രമമായിട്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിലും ഇതുണ്ട്. പിന്നെ ഇതിന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്സിൽ ചെയ്തിട്ടുണ്ട്, വീലിന് റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലീഫ് സെറ്റ് വരുന്നുണ്ട്, എൻജിൻ, ഓയിൽ ടാങ്ക്, ഓയിൽ ഫിൽട്ടർ, പിന്നെ ഗിയർ ബോക്സ്, പിന്നെ ജോയിന്റ് വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ വരുന്നുണ്ട്, പിന്നെ ബ്രേക്കിന്റെ ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീലുകളെല്ലാം ബെയറിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പിന്, എയർ ടാങ്ക്, എയർ ഫിൽട്ടർ, ബാറ്ററി, പിന്നെ സൈലൻസർ. ഇങ്ങേ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡീസൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്, ഡീസൽ ഫിൽട്ടർ, വാട്ടർ സെപ്പറേറ്റർ. ഇത്രയും കാര്യങ്ങൾ ഞാൻ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചേട്ടാ, അപ്പൊ കയ്യിൽ ഇപ്പൊ വേറൊരു ചേസാണ് ഇരിക്കുന്നത്. ഇതെന്താണ് ആക്ച്വലി? ഇത് ഭാരത് ബെൻസിന്റെ 12 വീല് ട്രക്കാണ്. അതിന്റെ ചേസസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ചേസ് ചെയ്തിരിക്കുന്നത് മരത്തിന്റെ റീപ്പറിലാണ്. എൻജിൻ ചെയ്തിട്ടുണ്ട്, ഗിയർ ബോക്സ്, എയർ ക്ലീനറാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ജോയിന്റ് ചെയ്തിട്ടുണ്ട്, ജോയിന്റിനോടനുബന്ധിച്ച് ഡിഫറൻഷ്യൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് മീതെന്ന് കാണുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാ വീലിനും ഞാൻ ബെയറിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനായിട്ട്. പിന്നെ ഫ്രണ്ട് ആക്സിൽ ഇത് ടേണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് വീല് തിരിയുന്നതിനോടൊപ്പം തന്നെ ലിഫ്റ്റ് ആക്സിലും തിരിയുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ലീഫ് സെറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലീഫ് സെറ്റ് വർക്കിംഗ് ആണ്. പിന്നെ ലിഫ്റ്റ് ആക്സിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ അതിന് എയർ ബലൂൺ സെറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ വാഹനത്തിന്റെ ചെറിയ രൂപം ഉണ്ടാക്കുമ്പോൾ എല്ലാ പോർഷനും മൈന്യൂട്ടായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ ലിഫ്റ്റ് ആക്സിൽ വരെ വർക്കിംഗ് ആണ്. സൈഷേട്ടിന്റെ കയ്യിൽ ഒരു ചെയർ. ഇത് നമ്മുടെ SC ലോറിയുടെ ചേസ് വാങ്ങുമ്പോൾ അതിൽ വരുന്ന ചെയറാണ്. ഇതിന് സാധാരണ നമുക്ക് മെടഞ്ഞിരിക്കുന്ന ടൈപ്പാണ് വരുന്നത്, അതുപോലെ തന്നെ ചെയ്തു. പിന്നെ സീറ്റ് ബെൽറ്റിന്റെ ഹുക്ക്, അതിന്റെ നോബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സജീഷേട്ടിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മേക്കിംഗ് വീഡിയോ നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. സുഹൃത്തുക്കളെ എല്ലാവരും ആ ചാനലിൽ കയറി കാണുക. ഇനി ഇതുപോലെ കുറേ വാഹനങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.